നമസ്കാരം. ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് വോട്ടേഴ്സ് ID കാർഡും ആധാർ കാർഡും തമ്മിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് എങ്ങനെ ലിങ്ക് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടി പ്ലേ സ്റ്റോറിൽ പോയി വോട്ടേഴ്സ് ഹെൽപ്പ് ലൈൻ എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെയൊരു ഇൻ്റർഫേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. എഗ്രി എന്ന ഓപ്ഷൻ ടിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് എന്ന ഓപ്ഷനിൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണുന്നതാണ്. ഇതിനുശേഷം നമുക്ക് ഇങ്ങനെയൊരു പേജാണ് ഇവിടെ ലഭിക്കുന്നത്. ഇവിടെ വോട്ടേഴ്സ് രജിസ്ട്രേഷൻ എന്ന ആദ്യം കാണുന്ന ഓപ്ഷനാണ് നമുക്ക് വേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു പേജാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇതിൽ ഏറ്റവും അവസാനമായി കാണുന്ന 6B എന്ന ഓപ്ഷനാണ് നമുക്ക് വേണ്ടത്. 6B എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു പേജ് നമുക്കിവിടെ ലഭിക്കും. ഇവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് നൽകുക. ശേഷം മൊബൈലിലേക്ക് ഒരു OTP പോവും. ആ OTP എൻ്റർ ചെയ്ത് നൽകുക. ഈ ആപ്ലിക്കേഷൻ ആദ്യമായി ഉപയോഗിക്കുമ്പോൾ രജിസ്റ്റർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ഓക്കെ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് നൽകുക. ശേഷം സെൻഡ് OTP എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇങ്ങനൊരു പേജാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇവിടെ ആദ്യമായി മൊബൈലിലേക്ക് പോയ OTP എൻ്റർ ചെയ്ത് നൽകുക. OTP എൻ്റർ ചെയ്ത് നൽകിയ ശേഷം ഇവിടെ ഒരു മെയിൽ ID എൻ്റർ ചെയ്ത് നൽകുക. കൂടാതെ ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി ഒരു പാസ്വേഡും എൻ്റർ ചെയ്ത് നൽകേണ്ടതാണ്. പാസ്വേഡ് കൊടുക്കുമ്പോൾ ചില നിബന്ധനകൾ താഴെ പറയുന്നതാണ്. പാസ്വേഡിന് 6 അക്കം ഉണ്ടായിരിക്കണം. കൂടാതെ ഒരു ക്യാപിറ്റൽ ലെറ്ററും ഒരു ഡിജിറ്റും ഒരു സ്പെഷ്യൽ ക്യാരക്ടറും ഉണ്ടായിരിക്കണം. പാസ്വേഡ് എൻ്റർ ചെയ്ത് നൽകിയ ശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതായിരിക്കും. ശേഷം ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. ശേഷം സെൻഡ് OTP എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾ കൊടുത്ത പാസ്വേഡ് എൻ്റർ ചെയ്യുക. അതിനുശേഷം ലോഗിൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം വീണ്ടും വോട്ടേഴ്സ് രജിസ്ട്രേഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം അവസാനമായി കാണുന്ന 6B എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. ശേഷം ഇങ്ങനെയൊരു പേജ് ആയിരിക്കും ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ലെറ്റ് സ്റ്റാർട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം മറ്റൊരു പേജ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ യെസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നെക്സ്റ്റ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. ശേഷം നിങ്ങളുടെ വോട്ടേഴ്സ് ID കാർഡിൻ്റെ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് നൽകുക. വോട്ടേഴ്സ് ID കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്ത് നൽകിയ ശേഷം നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. ശേഷം സെർച്ച് കൊടുക്കുമ്പോൾ നിങ്ങളുടെ വോട്ടേഴ്സ് ID കാർഡ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ശേഷം നെക്സ്റ്റ് കൊടുക്കുമ്പോൾ താഴെ കാണുന്ന ഭാഗത്ത് നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് നൽകുക. ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് നൽകിയ ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പറും എൻ്റർ ചെയ്ത് നൽകുക. ശേഷം ഡൺ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിലേക്ക് വന്ന OTP എൻ്റർ ചെയ്ത് കൺഫേം ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ ഒരു റെഫറൻസ് നമ്പർ ലഭിക്കുന്നതാണ്. ഈ റെഫറൻസ് നമ്പർ ഉപയോഗിച്ച് നിങ്ങളുടെ ആധാർ കാർഡും വോട്ടേഴ്സ് IDയും തമ്മിൽ ലിങ്ക് ചെയ്തതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചോ വെബ്സൈറ്റിൽ പോയോ നിങ്ങൾക്ക് സ്റ്റാറ്റസ് അറിയുവാൻ സാധിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ്റെ സൈഡിൽ താഴെ കാണുന്ന 3 ഡോട്ടിൽ പ്രസ് ചെയ്യുമ്പോൾ കിട്ടുന്ന പേജിൽ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഇവിടെ ലഭിച്ച റെഫറൻസ് നമ്പർ എൻ്റർ ചെയ്ത് നൽകുക. റെഫറൻസ് നമ്പർ എൻ്റർ ചെയ്ത് നൽകിയ ശേഷം സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. ശേഷം ട്രാക്ക് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. ശേഷം നിങ്ങളുടെ സ്റ്റാറ്റസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതോടെ ഞാൻ എൻ്റെ വീഡിയോ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.